അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ മാസങ്ങളാണല്ലോ, പവിത്രമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുകയും നമ്മുടെ പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യുന്ന മാസങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഈ മാസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അമലുകളൊന്നും അല്ലാഹു കബൂൽ ചെയ്യില്ല, അല്ലാഹു സ്വീകരിക്കില്ല. നമ്മൾ നിസ്കരിക്കുന്നതൊക്കെ വെറുതെയായി പോകും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രായം ഒരുപാടായില്ലേ, 40, 50, 60 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരുന്ന് ചെയ്തു പോയ അമലുകളൊക്കെ അല്ലാഹു തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപ്പരായി, ഏറ്റവും മോശമായ ആൾക്കാരായി നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ മാസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. ഹദ്ദസനാ മുഹമ്മദ് ബിൻ യഹ്യ റദിയൽ ബസരി, ഹദ്ദസനാ മുഹമ്മദ് ബിൻ സാബിഖ് അൻ-നസ്റായി അൻ ഇസ്രായീൽ അനിൽ അമസി അൻ ഇബ്രാഹിം അൽ ഖമാ അൻ അബ്ദുല്ലാഹി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിസി വലൽ ബദീ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനമാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിസി വലൽ ബദീ. കുത്തുവാക്കുകളും ഉപയോഗിക്കുന്നവനും ശപിക്കുന്നവനും നീചവും നികൃഷ്ടവുമായ വാക്കുകൾ പറയുന്നവനും ഒരിക്കലും അവൻ മുഅ്മിനല്ല. ലൈസൽ മുഅ്മിനു, അവൻ മുഅ്മിനേ അല്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അല്ലാഹുവേ, വിശുദ്ധമായ പവിത്രമാകുന്ന ഒരുപാട് നന്മകൾ ഒരുമിച്ച് കൂടി നമുക്ക് അല്ലാഹു നൽകുന്ന പവിത്രമായ മാസങ്ങളാണല്ലോ. ഈ മാസത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ, അല്ലാഹുവേ, എല്ലില്ലാത്ത നമ്മുടെ നാവുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ മുഴുവനും നഷ്ടപ്പെടുത്താൻ വേണ്ടി കടന്നു വരുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലുകൾ മുഴുവനും നഷ്ടപ്പെടുത്തുന്ന അവയമാണ് നാവമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നവൻ മുഅ്മിനല്ല. ആരാ മുഅ്മിനല്ലാത്തവൻ എന്നറിയോ? കുത്തുവാക്കുകൾ പറയുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, കല്യാണത്തിനും മരിപ്പിന് പോലും കടന്നു വന്നിട്ട് മരിച്ചു കിടക്കുന്നവന്റെ മുന്നിൽ വന്നുകൊണ്ട് പോലും കുത്തുവാക്കുകൾ പറയുന്നവര്, അവൻ അങ്ങനായിരുന്നു, അവൻ ഇങ്ങനായിരുന്നു, അവൾ അങ്ങനായിരുന്നു, അവൾ ഇങ്ങനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരാകുന്ന മനുഷ്യരെ പോലും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് നോവിച്ചുകൊണ്ട് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നവര്, അല്ലാഹുവേ, ജീവിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്ന സ്ത്രീകളുണ്ടല്ലോ, പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, നമ്മുടെ മരുമക്കളായി കടന്നു വരുന്ന നമ്മുടെ പെൺമക്കളുണ്ടല്ലോ. അല്ലാഹുവേ, അവരെ പോലും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്ന ഉമ്മമാര്, അല്ലാഹു നിന്റെ അമലൊന്നും സ്വീകരിക്കില്ല എന്ന് ഞാനല്ല പറഞ്ഞത്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. ചില ആൾക്കാരുടെ ഏറ്റവും വലിയ വിനോദം എന്താണെന്നറിയോ? മറ്റുള്ളവരെ നോവിച്ചുകൊണ്ട് കളിക്കുക എന്ന് പറയുന്നത്. അവരെ കുറിച്ച് മോശമായത് പറഞ്ഞ്, വാപ്പാന്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ്, മക്കളുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ്, ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് നോവിക്കുക. അത് ഇവരുടെ വല്ലാത്ത ഹോബിയാണ്, അവർക്ക് വല്ലാത്ത ഹോബിയാ. ആ ഹോബി കൊണ്ട് നടക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? നീ നിസ്കരിച്ചിട്ട് കാര്യമില്ലടാ ചെറുപ്പക്കാരാ, നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ പോലും, ശഅബാൻ മാസത്തിൽ പോലും, റമളാൻ മാസത്തിൽ പോലും അല്ലാഹു നിന്റെ അമലുകളൊന്നും സ്വീകരിക്കുന്നതല്ല. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, വലൽ ശാപത്തിന്റെ വാക്കുകൾ പറയുന്നവരുണ്ടല്ലോ. എടാ, നീ നശിച്ചു പോകുന്നതാ,
നീ നശിച്ചു പോകത്തേ ഉള്ളൂ, നീ ഒരിക്കലും നന്നാകില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, മനസ്സിൽ മുഴുവനും അസൂയ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ശപിക്കുന്നവര്, നാട്ടുകാരെ ശപിക്കുന്നവര്, വീട്ടുകാരെ ശപിക്കുന്നവര്, മക്കളെ പോലെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ നിങ്ങൾ ശപിച്ചു പോകരുത്, ഒരാളെയും നിങ്ങൾ ശപിച്ചു പോകരുത്. കാരണം എന്തെന്നറിയോ? അല്ലാഹു നിന്റെ അമലുകൾ മുഴുവനും തട്ടിക്കളയുന്നതാ. അല്ലാഹു നിന്റെ അമലുകൾ മുഴുവനും എടുത്തു കളയുന്നതാണ്. അവിടെ ചെന്നുകൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, അല്ലാഹുവേ, ഞാൻ ഒരുപാട് നിസ്കരിച്ചവനായിരുന്നു അല്ലാ, ഞാൻ ഒരുപാട് നിസ്കരിച്ചവനായിരുന്നു അല്ലാ, ഒരുപാട് നിസ്കരിച്ചവനാണ്, നോമ്പ് പിടിച്ചവനാണ്, ഹജ്ജ് ചെയ്തവനാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ് എന്നൊന്നും അല്ലാഹുവിന്റെ മുന്നിൽ പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. കാരണം എന്തെന്നറിയോ? അവിടെ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ കുറച്ച് ജനങ്ങളെ കടന്നു വന്നിട്ട് അല്ലാഹുവിനോട് പറയുന്ന, റബ്ബേ, അവനെ വിടല്ലേ അല്ലാ, അവനെ സ്വർഗത്തിലേക്ക് വിടല്ലേ അല്ലാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചവനാ, ഞങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞവന്, ഞങ്ങളെ ശപിച്ചവന്, ഞങ്ങൾക്ക് വല്ലാത്ത ഇടങ്ങേറുകൾ ഉണ്ടാക്കിയവനാണ്. അതുകൊണ്ട് അല്ലാ, അവനെ നീ വിടല്ലേ അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരനോട്, അതെയോ ചെറുപ്പക്കാരാ, നീ ഇവനെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനോട് പറയുന്ന, റബ്ബേ, എന്റെ കയ്യിൽ നിന്ന് വന്നുപോയി അല്ലാ. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ വന്നവരോട് പറയുന്നത് എന്തെന്നറിയോ? ഇവരിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇവനിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആ സമയത്ത് വന്നവര് പറയുന്ന, റബ്ബീ, ഞങ്ങൾക്ക് ഒരു അമലുമില്ല, ഞങ്ങൾ നരകത്തിലേക്ക് പോകാനിരിക്കുകയാ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു അമൽ, അവൻ ചെയ്തു പോയ അമല് ഞങ്ങൾക്ക് താ അല്ലാ. അവൻ ഞങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞവനല്ലേ അല്ലാ, അതുകൊണ്ട് അവന്റെ അമല് ഞങ്ങൾക്ക് താ അല്ലാ എന്നതാ ജനങ്ങൾ വന്നുകൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ അമലുകൾ മുഴുവനും എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുകയാ. അങ്ങനെ ഓരോരുത്തരും കടന്നു വന്നു. യേശുനി പറയപ്പെട്ടു വരുന്നു, പരദൂഷണം പറയപ്പെട്ടു വന്നു. അല്ലാഹുവേ, അവന് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അപകീർത്തിപ്പെടുത്തപ്പെട്ടവർ വന്നു, അവൻ തെറിവിളിച്ചു വരുവന്നു, അവൻ തല്ലി വരുവന്നു. ഓരോരുത്തരും അതാ കടന്നു വരികയാണ്. എൻ്റെ ഓരോരുത്തരും കടന്നു വന്നുകൊണ്ട് ഇവന്റെ അമലുകൾ മുഴുവനും അതാ പിടിച്ചു പറിച്ചു കൊണ്ട് പോകുമ്പോ അല്ലാഹുവേ, ഇവന് ദരിദ്രനായി അവിടെ നിൽക്കുന്നൊരു സംഭവമുണ്ട്. ഇവൻ ദരിദ്രനായി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അള്ളാന്റെ റസൂൽ അവിടുന്ന് സഹാബത്തിനോട് പറയുകയാണ്, ലോകത്തിൽ ഏറ്റവും വലിയ ദാരിദ്ര്യമുള്ളവൻ ആരാണെന്നറിയോ? ഏറ്റവും വലിയ ദരിദ്രനാരാണെന്നറിയോ? അള്ളാന്റെ റസൂൽ അവിടുന്ന് സഹാബത്തിനോട് ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്ന, നബിയേ, അറിയില്ല നബിയേ. അള്ളാന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, സഹാബ, ഏറ്റവും വലിയ ദാരിദ്ര്യമുള്ളവനാരാണെന്നറിയോ? അള്ളാഹുവിന്റെ മുന്നിൽ പോയി അമലുകളെല്ലാം കൂടി കൊണ്ടുപോയി അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ച ഹജ്ജുണ്ട്, ഉംറയുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ അമലുമായിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അവൻ ദുനിയാവിൽ വെച്ച് ആക്രമിച്ചവരുണ്ട്, യേശുനി പറഞ്ഞവരുണ്ട്, പരദൂഷണം പറഞ്ഞവരുണ്ട്, അവൻ കൊന്നവരുണ്ട്, ചീത്ത പറഞ്ഞവനുണ്ട്. എല്ലാവരും വന്നുകൊണ്ട് അവന്റെ അമലും വാരിയെടുത്തുകൊണ്ട് കടന്നു പോകുമ്പോ വെറും കയ്യോടെ ഒന്നും ചെയ്യാതും കഴിയാൻ പറ്റാതെ അല്ലാഹുവേ നിസ്സഹായനായി നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ആ നൃത്തമുണ്ടല്ലോ സഹാബ, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, റജബ് മാസം വന്നാലും ശഅബാൻ മാസം വന്നാലും റമദാൻ മാസം വന്നാലും ഈ സ്വഭാവമായിട്ട് നിങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലാഹു നിന്നെ സ്വീകരിക്കുന്നതല്ല. നീ എത്ര ഹജ്ജ് ചെയ്തവനാണെന്ന് പറഞ്ഞാലും ശരി, നീ എത്ര ഉംറ ചെയ്തവനാണെന്ന് പറഞ്ഞാലും ശരി, നീ എത്ര വാരി കോരിക്കൊണ്ട് സദഖ കൊടുക്കുന്നവനാണെങ്കിലും അല്ലാഹു നിന്റെ അമലുകളൊന്നും സ്വീകരിക്കുന്നതല്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, വലൽ ഫാഹിശീ, പരസ്യമായി മോശവാക്കുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, തെറി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവനും വെറുപ്പിച്ചുകൊണ്ട് നടക്കുന്നവന്, അവനും അല്ലാഹുവിന്റെ മുന്നൊരു സ്ഥാനം പോലുമില്ല, അവരൊരിക്കലും മുഅ്മിനല്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, വലൽ ബദീ, ഏറ്റവും മോശമായ നികൃഷ്ടമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, നികൃഷ്ടമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വെറുപ്പിച്ച്, ജനങ്ങളെ മുഴുവനും നികൃഷ്ടമായ വാക്കുകൾ കൊണ്ട്, അസഭ്യം കൊണ്ട് പരവർഷം നടത്തിക്കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. വലൈസൽ മുഅ്മിനു, അവൻ മുഅ്മിനേ അല്ല എന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് സൂക്ഷിച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റജബും ശഅബാനും റമദാനും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ പവിത്രമായ മാസത്തിൽ പോലും നമ്മൾ ചെയ്തു പോകുന്ന അമലുകളുണ്ടല്ലോ, ഒന്നുപോലും അല്ലാഹു സ്വീകരിക്കില്ല പെങ്ങളേ, അല്ലാഹു സ്വീകരിക്കില്ല പെണ്ണേ. അത് വാട്സപ്പിൽ കൂടിയാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ കൂടിയാണെങ്കിലും ഫേസ്ബുക്കിൽ കൂടിയാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണെങ്കിലും ഈബത്തുകളും നമീമത്തുകളും പറഞ്ഞ് മറ്റുള്ളവരെ പരാജയപ്പെടുത്താറ്, മറ്റുള്ളവരെ കീഴ്പ്പെടുത്താറ്, മറ്റുള്ളവരുടേതായ ജീവിതം തകർക്കാറ് നീ ശ്രമിക്കുന്നുണ്ടോ, അല്ലാഹു തആല നിന്റെ ഒരു അമല് പോലും സ്വീകരിക്കില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ സ്വഭാവമായിട്ടാണ് നിങ്ങൾ നടക്കുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ ഒരിക്കലും വിജയിക്കില്ല, ഈ ലോകത്തും വിജയിക്കില്ല, പരലോകത്തും നിങ്ങൾ വിജയിക്കില്ല എന്ന് ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു തആല നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില മാതാപിതാക്കൾ വിചാരിക്കും മക്കളെ ശപിച്ചാൽ കുഴപ്പമില്ല, മരുമക്കളെ ശപിച്ചാൽ കുഴപ്പമില്ല, അവരെ തെറി പറഞ്ഞാൽ കുഴപ്പമില്ല, അവരെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുതിയിരിക്കുന്നത് വലിയ മൂഢത്തരമാണ്, വിഡ്ഢിത്തരമാണ്, അന്ധതയാണ്, അവരറിവില്ലാത്തവരാണ്. എത്ര സുജൂദ് ചെയ്തെന്ന് പറഞ്ഞാലും ഉമ്മ നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. സ്വീകരിക്കണോ, മാന്യമായ നിലയിൽ പെരുമാറുകയും അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയും ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുകയും മാന്യമായി മക്കളോട് ഇടപെട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നീ ശ്രമിച്ചു നോക്ക്. അവിടെ നിന്റെ വിജയം തുടങ്ങും. അല്ല എങ്കിൽ അത് പരാജയമാണ് എന്ന് സ്വാദിഖുൽ വസ്തൂഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.